ജയ് ഗുരുദേവ്. ഇന്ന് മെയ് 13 നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ ജന്മദിനമാണെന്ന്. 1956 ആചാര്യ രത്നാനന്ദ ശ്രീമതി വിശാലാക്ഷി അമ്മ അവർക്ക് മൂത്ത മകനായിട്ട് ജന്മം കൊണ്ട് 69 വർഷങ്ങൾ കൊണ്ട് ഈ ലോകത്തിന് കൂടുതൽ ആനന്ദത്തിനും ശാന്തിയുടെയും അതേപോലെ അവബോധത്തിൻ്റെയും ആ ഒരു പ്രകാശനാളം അവനവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്ന മഹത്തായ ശ്വസന പ്രക്രിയയെ, സുദർശനക്രിയ, അതേപോലെയുള്ള മഹത്തായ മറ്റ് യോഗ തത്വങ്ങൾ ലളിതമായിട്ട് ഏറ്റവും അപ്രോച്ചബിളായിട്ട് ഏറ്റവും സാധാരണക്കാർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് ക്രോഡീകരിച്ചുകൊണ്ട് പല തരത്തിലുള്ള വ്യക്തിത്വ വികസന കോഴ്സുകളായിട്ട് മാറ്റിക്കൊണ്ട് ഈ ലോകത്തിന് പുതിയൊരു ജീവിതത്തിൻ്റെ മറ്റൊരു അനശ്വരമായ ഏട് തുറന്നു തന്ന മഹാനായ ഒരു ആചാര്യനാണ് ഗുരുദേവൻ. ഇതുകൊണ്ടൊന്നും ഈ പറഞ്ഞതൊന്നും ഗുരുദേവനെ അഡ്രസ്സ് ചെയ്യാനുള്ള വാചകങ്ങളല്ല. അദ്ദേഹം ലോകത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എത്ര ജന്മങ്ങൾ എടുത്താലും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എനിക്കും നിങ്ങൾക്കൊക്കെ ഒരുപാട് ഈ ഗുരുദേവനോടൊപ്പം കണ്ടിട്ടുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ സാമീപ്യവും അറിഞ്ഞവർക്ക് അറിയാം. അടുക്കും തോറും ആഴം കൂടുന്ന സാഗരം എന്ന സംഗീതത്തെ ആചാര്യന്മാർ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഗുരു. നമ്മൾ അടുക്കും തോറും കൂടുതൽ ആഴം ഏറുന്ന, അതേപോലെ കൂടുതൽ മാജിക്കലായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് ഗുരു എന്ന് പറയുന്നത്. എപ്പോഴും ആ ഗുരുവിൻ്റെ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടെന്ന് ഗുരു തന്നെ നമുക്ക് പല തരത്തിലുള്ള സംഭവങ്ങളിലൂടെ, കോഴ്സുകളിലൂടെ, അതുപോലെ സത്സംഗങ്ങളിലൂടെ, സേവനത്തിലൂടെ നമുക്ക് കാണിച്ചു തരാണ് വീണ്ടും നിന്റെ ഉള്ളിൽ തന്നെയാണ് ഗുരു, തത്വമസി, അത് നീയാകുന്നു എന്ന്. ഇത്ര മഹത്തായ സന്ദേശം ഇത്രയും ലളിതമായിട്ടുള്ള വാക്കുകളിലൂടെ എല്ലാവർക്കും മനസ്സിലാകുന്ന, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ തന്നെ ഏത് കുഞ്ഞുങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ സ്നേഹത്തിലും അതേപോലെ തന്നെ ആത്മാവിൽ അടിയുറച്ച മൗനത്തിലും, അതേപോലെ ആനന്ദത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന ധ്യാനത്തിലും സദാ അമർന്ന് ലോകത്തിന് വെളിച്ചമായി മാറിയ മഹത്തായ ഒരു ആചാര്യൻ. ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ഭൂജാതനായതും ഇതേപോലെ ലോകത്തിന് വെളിച്ചമായി മാറിയ ശങ്കരാചാര്യ സ്വാമികളുടെ അതേ ദിവസത്തിൽ തന്നെ, ജന്മദിനത്തിന്റെ അന്ന് തന്നെയാണ്. മേടത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ആചാര്യസ്വാമികളുടെ ജന്മദിനം. ഗുരുദേവനും അതേ ഡേറ്റിലാണ്, അതേ തിഥിയിലാണ് ജനിച്ചത്. അപ്പോൾ ആ രണ്ട് ശങ്കരന്മാരും ലോകത്തിനൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ രണ്ട് കാലഘട്ടത്തിൽ പുതിയ ഒരു അനുഭവവുമായി ലോകത്തിന് ആധ്യാത്മികതയുടെ, അദ്വൈതത്തിൻ്റെ, അതേപോലെ ഭക്തിയുടെ, കർമ്മത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ എല്ലാ സാഗരങ്ങളും തുറന്നു തന്നുകൊണ്ട് വീണ്ടും പ്രയാണം തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ധന്യമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സ്വാധ്യായം, നമ്മെക്കുറിച്ച് അറിയാനായിട്ട്, നമ്മളെക്കുറിച്ച്, നമ്മുടെ ബോധത്തെ കൃത്യമായിട്ട് ട്യൂൺ ചെയ്യണം, ശുദ്ധവും തീക്ഷ്ണവുമാക്കി വെക്കണം. അതിനാണ് സാധനാമുറകൾ. ആ സാധനയോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ കൈകൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ, മറ്റുള്ളവർക്ക് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അത് സേവനം. അതേപോലെ നല്ല ആളുകളുടെ കമ്പനി, സത്സംഗം, ഇത് മൂന്നും കൃത്യമായിട്ട് നമ്മൾ അഭ്യസിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നാൽ മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ ജീവിതം മാറുമെന്ന് ലളിതമായ വാക്യങ്ങളിലൂടെ, പല തരത്തിലുള്ള കോഴ്സുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുദേവൻ. അതെ, ഇന്ന് ലോകത്തില് ഈ ആധ്യാത്മികതയിൽ ഉണർന്നിരിക്കുന്ന ആളുകൾ സംസാരിച്ച് അവരുടെ അനുഭവങ്ങളും അനുഭൂതികളും പറയേണ്ട ഒരു കാലമാണ്. ഇന്ന് അക്രമത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അതിൻ്റെ വിഷപ്പുക ലോകം മുഴുവൻ വ്യാപിക്കുമ്പോൾ ഇതേപോലെ ആളുകൾ സ്വന്തം ആത്മാവിൻ്റെ ആനന്ദം അറിഞ്ഞ് അതിൽ ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന് ലോകം അറിയുന്നത് തന്നെ ഏറ്റവും വലിയ ആശ്വാസമുണ്ടാക്കുന്ന കാര്യമാണ്. എത്രയോ ആളുകൾ പണം കൊണ്ടും പ്രശസ്തി കൊണ്ടും ഔന്നത്യത്തിലെത്തിയ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു. കാരണം അവർ കണ്ടെത്തിയത് പുറത്തുള്ള ധനത്തെയാണ്. അകത്തുള്ള ധനത്തെ അവർ എവിടെയോ മറന്നു. പുറത്ത് പലതും നേടി, പക്ഷെ അകത്തുണ്ടാവേണ്ട ശാന്തത, ശുദ്ധി, നൈർമല്യം, ആനന്ദം, ഇതെല്ലാം അവർ കണ്ടെത്താൻ മറന്നുപോയി. ഇവിടെയാണ് ഗുരുദേവന്റെ, അതല്ലെങ്കിൽ ഗുരുദേവനെ പോലുള്ള ആചാര്യന്മാരുടെ ഏറ്റവും പകരം വെക്കാനില്ലാത്ത പ്രസക്തി. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന പോലെ
എപ്പോഴൊക്കെ ഈ ധർമ്മത്തെക്കുറിച്ച് ആളുകൾ മറക്കുന്നു, ഏത് ധർമ്മത്തെക്കുറിച്ച്? അവനവൻ്റെ ആത്മാവിനെ അറിയുക എന്ന ആ ഒരു പരമധർമ്മത്തെ ആളുകൾ എപ്പോഴൊക്കെ മറക്കുന്നു, അപ്പോഴൊക്കെ പല പല കാലഘട്ടങ്ങളിൽ പല പല രൂപത്തിൽ ഞാൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അർജുന എന്ന് പറയുന്ന ആ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗുരുദേവനെ പോലുള്ള മഹാമനീഷികൾ. നമുക്ക് ഓരോരുത്തർക്കും ആ മഹാഗുരുക്കന്മാരുടെ ചാരത്ത് നിന്നുകൊണ്ട് വീണ്ടും കൂടുതൽ കൂടുതൽ ആനന്ദം, ജ്ഞാനം, ശാന്തി ഇതെല്ലാം ആർജിക്കാം. അതേപോലെ നമുക്ക് മുൻപിൽ പുതിയൊരു തലമുറ വളർന്നു വരുന്നുണ്ട്. പുതിയതും പഴയതുമായിട്ട് ഒരുപാട് ആളുകൾ സങ്കടത്തിലും സന്തോഷത്തിലും ഒക്കെ മതിമറന്ന് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കാണിച്ചു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് അവനവനെ കുറിച്ചുള്ള ജ്ഞാനം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഗുരുദേവന്റെ കൈകളെ പിടിച്ച് ഈ ലോകത്തെ പുതിയൊരു ശാന്തിയുടെ ഒരു നാളമാക്കി മാറ്റാം. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം നമ്മൾ ആഴ്ചയിൽ 2-3 വീഡിയോസ് ആർട്ട് ഓഫ് ലിവിങ് എന്താണ്, ഗുരുദേവൻ എന്താണ് ആർട്ട് ഓഫ് ലിവിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കോഴ്സുകൾ എന്തൊക്കെയാണ്, ഗുരുദേവൻ്റെ ചെറിയ ലഘു ചരിത്രം, ഇത്രയും കാലം ഉണ്ടായ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ചെറിയ ചെറിയ വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് എന്താണ് ആർട്ട് ഓഫ് ലിവിങ്, അതിലെ കോഴ്സുകൾ എന്തൊക്കെയാണ്, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ ഇന്ന് ഗുരുജി തന്നെ മെയ് 13, അതാണ് ഹിന്ദിയിൽ മെയ് 13 പറയുന്നത്. ഗുരുജി എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതെ, നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു പാട്ടുകാരൻ്റെ ശബ്ദം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഒരാളുടെ സൗന്ദര്യം, ഒരു ആക്ടറിൻ്റെ അഭിനയകല മറ്റുള്ളവർക്ക് കാണാനും ആസ്വദിക്കുവാനുമാണ്. അതേപോലെ നമ്മളുടെ ഓരോ കോശങ്ങളും, നമ്മുടെ ശരീരവും ഓരോ കോശങ്ങളും ഹൃദയ താളവും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിനും ശാന്തി അരുളാനാണ്. ഇവിടുന്ന് നമ്മൾ ഒരിക്കൽ പോകുമ്പോൾ ഈ ലോകം കൂടുതൽ മനോഹരമാക്കിക്കൊണ്ട് വേണം പോകാൻ. ഗുരുദേവൻ എപ്പോഴും പറയാറുള്ളൊരു സന്ദേശമാണ്. ഈ ഒരു കാര്യം അന്വർത്ഥമാക്കുക എന്നുള്ളതാണ് നാം ഉൾപ്പെടെയുള്ള എല്ലാ ഗുരുവിൻ്റെ ശിഷ്യന്മാർക്കും ടീച്ചേഴ്സിനും ഭക്തന്മാരുടെ ഏറ്റവും വലിയ ദൗത്യം. ഒരേ ഒരു ലക്ഷ്യം, ആ ഗുരുവിൻ്റെ അനശ്വരമായ ജ്ഞാനം, ഈ സനാതന ധർമ്മത്തിൻ്റെ, ഈ ഭാരതത്തിൻ്റെ മഹത്തായ അനശ്വരതയുടെ ആ ഗീതോപദേശങ്ങളും ഉപനിഷത് സാരങ്ങളും യോഗതത്വങ്ങളും ഈ കാലഘട്ടത്തിനനുസരിച്ച് ക്രോഡീകരിച്ചുകൊണ്ട് ലളിതമായ സമയം കൊണ്ട്, ലളിതമായ രീതിയിൽ അഭ്യസിക്കാവുന്ന രീതിയിലാണ് എല്ലാ ആർട്ട് ഓഫ് ലിവിങ് പ്രോഗ്രാമും ഗുരുദേവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിഗഹനമായിട്ടുള്ള ആധ്യാത്മിക തത്വങ്ങൾ ലളിതമായ അനുഭൂതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതിനെ കൃത്യമായിട്ട് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ടഫായിട്ടുള്ള, ഏറ്റവും വിഷമം പിടിച്ചൊരു കാര്യമാണ് ഗുരു ഒരു പൂ പറിക്കുന്ന ലാഘവത്തിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അതെ, നമുക്ക് ഓരോരുത്തർക്കും സാധന കൊണ്ട് അവനവൻ്റെ ഉള്ളിലെ ആനന്ദത്തിനെ ഉണർത്താം. സേവനം കൊണ്ട് മറ്റുള്ളവരെയും ഈ ലോകത്തിനെയും ഒരു ശാന്തിയുടെ ഒരു താഴ്വരയാക്കാം. സത്സംഗങ്ങൾ കൊണ്ട്, നല്ല നല്ല ജ്ഞാനശകലങ്ങൾ കൊണ്ട് കൂടുതൽ കൂടുതൽ പ്രബുദ്ധരാകാം. അങ്ങനെ വീണ്ടും വീണ്ടും ലോകത്തിന് വെളിച്ചമായി പുതിയൊരു ഒരു ബോധത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഒരു വിളക്കായി നമുക്ക് മാറാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുരുദേവൻ്റെ നാളിലുള്ള ഈ ഒരു ബർത്ത്ഡേ, മഹാഗുരുവിൻ്റെ ശങ്കരാചാര്യ സ്വാമികളുടെ ജനിച്ച അതേ ദിവസമാണ് ഗുരുദേവനും ജനിച്ചത്. അപ്പോൾ ഒരേ നാമത്തിൽ വ്യത്യസ്ത കാലഘട്ടത്തിൽ ലോകത്ത് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഭൂജാതരായ ആ 2 മഹാഗുരുക്കന്മാരുടെയും ജന്മദിനമായിട്ടുള്ള ഈ വേളയിൽ എല്ലാവർക്കും ആ ഗുരുവിൻ്റെ ജയന്തി ആശംസിക്കുന്നു. കൂടുതൽ കൂടുതൽ നമ്മൾ ആനന്ദത്തിലേക്ക്, സ്നേഹത്തിലേക്ക് നടന്നു നീങ്ങാം, അനശ്വരനായ ഗുരുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ ഭാവങ്ങളും എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഗുരുദേവ്.